ഹലോ വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സെൽസ് ആൻഡ് ഷീറ്റ്. ഇന്ന് നമ്മൾ കൗണ്ട് ഫംഗ്ഷൻ്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ള വേർഷൻസ് ആണ് പഠിക്കുന്നത്. അതായത് കൗണ്ടീഫ്സ്, കൗണ്ട് എ, കൗണ്ട് ബ്ലാങ്ക്. കൗണ്ടീഫിൻ്റെ ഒരു വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഈ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തേക്കാം, അത് പോയി കാണണേ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കൗണ്ടീഫ്സിൻ്റെ ആണ്. അപ്പോൾ എനിക്ക് ഒരു സെറ്റ് ഓഫ് ഡേറ്റാസ് ഉണ്ട്. ഇതിൽ ഓരോ എംപ്ലോയിയും 2 വർഷ കാലയളവിൽ എങ്ങനെയായിരുന്നു അവരുടെ പെർഫോമൻസ് റേറ്റിംഗ് എന്നുള്ളതാണ് ഈ ഒരു ഡേറ്റ കാണിക്കുന്നത്. അപ്പോൾ എനിക്ക് ഈ ഡേറ്റ അനലൈസ് ചെയ്തിട്ട് ഈ ക്വാർട്ടർ 1 പെർഫോമൻസ് റേറ്റിംഗ് 4ൽ കൂടുതൽ കിട്ടിയേക്കുന്ന എംപ്ലോയീസിൻ്റെ ഡീറ്റെയിൽസ് വേണം. അതായത് എത്ര എംപ്ലോയീസ് വേണമെന്ന് മാത്രം മതി. അതിന് വേണ്ടിയിട്ട് ഞാൻ ഉപയോഗിക്കുന്നത് കൗണ്ടീഫ്സ് ആണ്. അതിന് എവിടെയാണോ എനിക്ക് വേണ്ടത് അവിടെ ഈക്വൽ ടു കൗണ്ടീഫ്സ് എന്നിട്ട് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്നു. ക്രൈറ്റീരിയ റേഞ്ച് ക്വാർട്ടർ ആണ് എനിക്ക് വേണ്ടത്. അപ്പോൾ ക്വാർട്ടർ 1 നിന്നും എത്ര പേർക്ക് പെർഫോമൻസ് റേറ്റിംഗ് 4 കിട്ടിയിട്ടുണ്ടെന്നാണ് എനിക്ക് വേണ്ടത്. അതുകൊണ്ട് ആദ്യമേ ഞാൻ സി സെല്ലാണ് സെലക്ട് ചെയ്യുന്നത്, അതായത് ക്വാർട്ടർ സെല്ല്. എന്നിട്ട് കോമ ക്രൈറ്റീരിയ വരുന്നത് Q1 ആണ്. കോമ അടുത്ത ക്രൈറ്റീരിയ പെർഫോമൻസ് റേറ്റിംഗ് ആണ്, റേഞ്ച് വരുന്നത്. ഇപ്പൊ D2 കോമ ഇതിലേക്ക് എന്തുവാണ് ഗ്രേറ്റർ ദാൻ 4, 4നെക്കാട്ടിലും കൂടുതലുള്ളത്. എന്നിട്ട് ബ്രാക്കറ്റ് ഓപ്പൺ ക്ലോസ് ചെയ്യുകയാണ്. ഒന്നുകൂടെ പറയാം, കൗണ്ടീഫ്സ് എന്നും പറഞ്ഞ് കൊടുത്തിട്ട് ഓപ്പൺ ചെയ്യുകയാണ്. ക്വാർട്ടർ ആണ് എനിക്ക് വേണ്ടത്, ക്വാർട്ടർ സെലക്ട് ചെയ്യുകയാണ്. അതുകൊണ്ട് ഏതാണ് സെർച്ച് ചെയ്യേണ്ടതെന്നുള്ളത് ഡബിൾ കോട്ട്സിൽ, സ്ട്രിങ് ആയതുകൊണ്ട് ഡബിൾ കോട്ട്സിൽ കൊടുക്കുന്നു. അടുത്തത് പെർഫോമൻസ് റേറ്റിംഗ് ആണ് നോക്കേണ്ടത്, അത് നോക്കുന്നുണ്ട്. അത് ഗ്രേറ്റർ ദാൻ 4, 4ൽ കൂടുതലുള്ളവരാണ് ഞാൻ നോക്കുന്നത്. അപ്പം എൻ്റർ. 2 എംപ്ലോയീസ് ആണ് ക്വാർട്ടർ 1 4ൽ കൂടുതലുള്ളവർ. എനിക്ക് 4ൽ കൂടുതലുള്ളവരുമാണ് വേണ്ടതെങ്കിൽ ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 4 കൊടുക്കാം. അപ്പം 5 പേരാണ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 4ഉം 4ൽ കൂടുതലുള്ളവർ 5 പേരാണ് എനിക്ക് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പം ഇത്രയായിരുന്നു കൗണ്ടീഫ്സ് ഫംഗ്ഷനെ പറ്റിയുള്ളത്. ഇനി കൗണ്ട് എ ഫംഗ്ഷൻ നോക്കാം. ഇതിൽ എനിക്കൊരു സെറ്റ് ഓഫ് സ്റ്റോറിൻ്റെ ഒരു ഡീറ്റെയിൽസ് ആണ് വന്നിരിക്കുന്നത്. അതിനകത്ത് പ്രോഡക്റ്റ് ഉണ്ട്, സെക്ഷൻ ഉണ്ട്, ക്വാണ്ടിറ്റി ഉണ്ട്. അതിൽ ഓരോ സെക്ഷനിൽ ഇപ്പോൾ ഫ്രൂട്ട്, വെജിറ്റബിൾസ്, ഡയറി, ബേക്കറി, മീറ്റ്, സീ ഫുഡ് എന്ന് പറഞ്ഞ് ഓരോ സെക്ഷനും ഇങ്ങനെ തിരിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ഓൾറെഡി ഫ്രൂട്ട്സിൻ്റെ ഒരു കൗണ്ട്, എത്ര ഫ്രൂട്ട്സ് ഉണ്ടെന്നുള്ളതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ നോക്കി വെച്ചിട്ടുണ്ട്. ഇനി എനിക്ക് വേണ്ടത് ബേക്കറിയുടെ എത്രയാണോ ഉള്ളത്. അപ്പം നമ്പർ ഓഫ് ബേക്കറി നോക്കാം. ഇതിൽ ഈക്വൽ ടു കൗണ്ട് എ ഫംഗ്ഷൻ ആണ് യൂസ് ചെയ്യുന്നത്. ബ്രാക്കറ്റ് ഓപ്പൺ, വാല്യൂ 1, വാല്യൂ 1, വാല്യൂ 2, വാല്യൂ 3 എന്നും പറഞ്ഞിട്ട് കൊടുക്കാം. അതായത് ബേക്കറി സെലക്ട് ചെയ്യുക, അടുത്ത ബേക്കറി സെലക്ട് ചെയ്യുക, അടുത്ത ബേക്കറി സെലക്ട് ചെയ്ത് ഇങ്ങനെ പോവാം. എൻ്റർ എടുത്താൽ എത്ര ബേക്കറി ഉണ്ടെന്ന് കിട്ടും. അതല്ലെങ്കിൽ നമുക്ക് വീണ്ടും കൗണ്ട് എന്നും പറഞ്ഞ് എഴുതിയിട്ട് ഒരുമിച്ച് ഇപ്പൊ ബേക്കറിയുടെ സെക്ഷൻ മാത്രം സെലക്ട് ചെയ്യാം. 3 കിട്ടി. ഇതായിരുന്നു കൗണ്ട് എയുടെ. അതായത് നമ്മുടെ ഒരു സെക്ഷനിൽ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള കാര്യം എത്ര എണ്ണം ഉണ്ടെന്നുള്ളത് എണ്ണുമാണ് നമ്മൾ കൗണ്ട് എ വെച്ചിട്ട് ചെയ്യുന്നത്. അതായത് ഒരു സെക്ഷൻ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ ആ സെക്ഷനിൽ എത്ര എണ്ണം ഉണ്ടെന്നത് കൗണ്ട് എ വെച്ചിട്ട് അങ്ങ് എണ്ണുമാണ്. അതാണ് കൗണ്ട് എ വെച്ച് യൂസ് ചെയ്യുന്നത്. കൗണ്ടീഫ്സ് യൂസ് ചെയ്യുന്നത് നമ്മൾ 2 ക്രൈറ്റീരിയാസ് കൊടുത്തിട്ട് നമുക്ക് കൗണ്ട് ചെയ്യണം, എണ്ണണം, ഒരു കാര്യം എണ്ണണം, എത്ര എണ്ണം ഉണ്ടെന്ന് എണ്ണണം. അതിനാണ് കൗണ്ടീഫ്സ് യൂസ് ചെയ്യുന്നത്. കൗണ്ട് ബ്ലാങ്ക് എന്ന് കേൾക്കുമ്പോഴേ അറിയാം, നമുക്ക് ബ്ലാങ്ക് ആയിട്ടുള്ള സെല്ലുകളാണ് നമ്മൾ ഇവിടെ എണ്ണുന്നത്. അതിൽ ഞാനിപ്പം എനിക്ക് ഈ ഒരു സെക്ഷനിൽ, ഈ ഒരു ഡേറ്റയിൽ ഇപ്പോൾ ഒരാഴ്ചത്തെ
സ്റ്റോക്ക് ഡീറ്റെയിൽസ് ആണ്. ഇതിൽ ഔട്ട് ഓഫ് സ്റ്റോക്ക് എത്ര ദിവസം വന്നിട്ടുണ്ടെന്നാണ് എനിക്ക് അറിയേണ്ടത്. അതിനാണ് കൗണ്ട് ബ്ലാങ്ക് എന്ന് കൊടുക്കുവാണ്. റേഞ്ച് സെലക്ട് ചെയ്ത് കൊടുക്കുക. എൻ്റർ കൊടുക്കുക. 18 തവണ ഔട്ട് ഓഫ് സ്റ്റോക്ക് വന്നിട്ടുണ്ട്. ഈ ഒരു ആഴ്ചയിൽ 18 തവണ ഔട്ട് ഓഫ് സ്റ്റോക്ക് വന്നിട്ടുണ്ട്. അതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന 18.